ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഫേമസ് സ്വീറ്റായ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വരും, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ലഡു തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കണം. ബൂന്തിയുടെ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് കടലമാവ് ഇതുപോലെയൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ മാവായതുകൊണ്ട് ചിലപ്പോൾ കട്ട ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഞാനിവിടെ 1.5 കപ്പാണ് കേട്ടോ കടലമാവ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തരിയൊക്കെ മാറ്റിയ ശേഷം ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കളറ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ല, അത് പഞ്ചസാര പാവിലാണ് കളറ് ചേർക്കുന്നത്. അഥവാ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ കടലമാവിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു നുള്ള് സോഡാപ്പൊടി അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളമാവാൻ പാടില്ല, ഒരുപാട് ലൂസായി പോവും ബാറ്റർ. നല്ല കട്ടിയായിരിക്കണം. കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കുക. ഇതുപോലെ ആയിരിക്കണം ബാറ്റർ. ഇത്രയും ലൂസാവാൻ പാടുള്ളൂ, കൂടുതലും വെള്ളമാവാനും പാടില്ല, എന്നാൽ കട്ടിയാവാനും പാടില്ല. ഞാനിവിടെ ഈ കപ്പിന് 1/2 കപ്പാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്, 1.5 കപ്പ് കടലമാവിന്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ലഡ്ഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ എടുക്കരുത്, കാരണം വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാകും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി നോക്കട്ടെ. അതിന് ഒരു തുള്ളി മാവ് എടുത്തിട്ടൊന്ന് ഒറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, ഇതൊന്ന് കോരി മാറ്റാം. ഇനി ഇതുപോലുള്ള ഓട്ടയുള്ള ഒരു കരണ്ടി എടുത്തിട്ട് ഇനി അതിലേക്ക് കുറേശ്ശായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ചെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. ഒരു ഭാഗത്ത് തന്നെ മാവ് ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായി പോവും. എല്ലാം അവിടെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തട്ടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഓരോ തുള്ളിയായിട്ട് എണ്ണയിലോട്ട് വീഴും. നല്ല ഉരുണ്ട ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇത് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ 1.5 കപ്പ് കടലമാവിന്. അഥവാ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് പരന്ന് വരും ഈ ബൂന്തി. അഥവാ വെള്ളം കുറവാണെങ്കിൽ നീളത്തെ ഷേപ്പിൽ വരും. ഇത് മിച്ചറൊക്കെ ഉണ്ടാക്കലാണ് നീളത്തെ ഷേപ്പിൽ വന്നാൽ കുഴപ്പമില്ല. പക്ഷേ ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗി വേണം, അതിന് ഒരു ഉരുണ്ട ഷേപ്പിൽ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ കറക്റ്റ് പാകം നോക്കി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരു പദം ആയാൽ മതി, കൂടുതൽ വേകാൻ പാടില്ല. കോരിയെടുക്കണം, പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. ഇനി ആ ചൂട്ടിൽ തന്നെ അതൊന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് വരും, കാരണം എണ്ണയിൽ ഒരുപാട് മുരിയാൻ പാടില്ല. അപ്പോൾ എല്ലാ ബൂന്തിയും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് തയ്യാറാക്കാം. അതിനൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര, അതുപോലെ തന്നെ ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് കടലമാവിന് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാര പാവ് ഉരുക്കിയെടുക്കാം. ഇത് ഏലക്ക പൊടിയാണ്, ഞാൻ പഞ്ചസാരയും കൂടി ചേർത്തി പൊടിച്ചാണ് കേട്ടോ. ഒരു 5 ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്തി പൊടിച്ചതാണ്, അതും കൂടി ചേർക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന പോലെ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിനൊരു പരുവുണ്ട്, കൂടുതൽ ലൂസാവാനും പാടില്ല, കറക്റ്റ് പരുവായിരിക്കണം ഈ പാവ്, പഞ്ചസാര പാവ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം, ഒരു മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. ഇതുണ്ട്, ഇതുപോലെ പാവ് കറക്റ്റാണെന്ന് അറിയാം. ഇതുപോലെ നൂൽ പരുവായി വരും. അപ്പോൾ പാവ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ബൂന്തി, അത് കുറേശ്ശെയായിട്ട് കൊട്ടിയിട്ട് എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൊട്ടിയ ശേഷം ഒന്നുകൂടെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഈ പാവൊക്കെ ഈ ബൂന്തിയിൽ പിടിച്ച് അത് വലിച്ചെടുക്കുക. ഈ പഞ്ചസാര പാവൊക്കെ ഈ ബൂന്തി വലിച്ചെടുക്കും. അപ്പോൾ അത് കറക്റ്റ് പരുവായി എന്നർത്ഥം. കണ്ട ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതാറുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമ്മൾക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം നെയ്യിൽ. അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് നെയ്യ് എടുത്തിരിക്കുന്നത്. ഇത് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു ചുവന്ന കളറാവുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒരു ചുവന്ന കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി കിസ്മിസും കൂടെ ഇടാം. കാരണം കാഷ്നട്ട് ആദ്യം ഇടുന്നത് അത് കൂടുതൽ ഇത്തിരി വേവുള്ളതുകൊണ്ടാണ്. അതൊരു ചുവന്ന കളറാകുമ്പോൾ കിസ്മിസും കൂടെ ഇടാം. രണ്ടും കൂടി ചുവന്ന കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി ബൂന്തിയിലേക്ക് തന്നെ അതിലേക്ക് ചേർത്താം. ഇതിപ്പോൾ കിസ്മിസ് നിങ്ങൾ കാഷ്നട്ട് ഇട്ടില്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുഴച്ചാലും മതി. ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്ത് എല്ലാം അവിടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ നെയ്യും ഈ കിസ്മിസും കാഷ്നട്ടൊക്കെ എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കുക. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇത് സാമ്പിളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ അത് അത്ര എല്ലാ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ബൂന്തി എന്താ പറയുക, ഒരു ഉരുളയാക്കുമ്പോൾ അതൊന്നും ഒതുങ്ങി വരുന്നില്ല. അപ്പം ഞാൻ പൊടിച്ചിട്ടാണ് കേട്ടോ അതുണ്ടാക്കുന്നത്. പകുതി ബൂന്തി പൊടിച്ചാൽ മതി. ഞാൻ എടുത്തതിൽ പകുതി എടുത്ത് പൊടിച്ചിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ലഡ്ഡു, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ മക്കൾക്ക് ഇതുപോലെ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചു. ഇനി ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്തി കുഴച്ചിട്ട് ഒരു ഇളം ചൂടിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം നല്ലോണം ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അത് ഉരുളയായി വരും. പിന്നെ നമുക്ക് ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഒരു ഇളം ചൂട് വേണം കേട്ടോ അത് പിടിക്കുമ്പോൾ, ഉരുള പിടിക്കുമ്പോൾ. ഇതുപോലെ ഓരോ ഉരുളയായിട്ട് പിടിച്ചെടുക്കാം. എനിക്ക് ആദ്യം ഇങ്ങനെ സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലഡ്ഡു ഉണ്ടാക്കിയപ്പോൾ എനിക്കിങ്ങനെ ഉരുണ്ട കിട്ടിയില്ല. കാരണം ആ ബൂന്തി പിടിച്ചിട്ട് എനിക്ക് ഉരുണ്ട കിട്ടുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചത് ബൂന്തി. അപ്പോൾ ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇൻഗ്രീഡിയൻസൊക്കെ കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വേണ്ട ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഉരുളയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉരുണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇത് പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളത്. അപ്പോൾ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ബൈ.